ചരിത്രവും ഐതിഹ്യങ്ങളും കൂടിക്കലർന്ന് കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയിൽ തനതായ ഒരിടം അടയാളപ്പെടുത്തിയ പുണ്യസങ്കേതമാണ് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലുള്ള കൂടൽമാണിക്യം ക്ഷേത്രം. ശ്രീരാമന്റെ പ്രിയ സഹോദരനായ ഭരതന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന അതുല്യതയും 13 ആനകൾ അണിനിരക്കുന്ന ഗംഭീരമായ ഉത്സവവും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. കേരളത്തിന്റെ ക്ഷേത്രോത്സവ സീസണിന് സമാപനം കുറിക്കുന്നത് കൂടൽമാണിക്യം ഉത്സവത്തോടെയാണ്. 12-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിക്കപ്പെട്ട ഈ മഹാക്ഷേത്രം ഹൈന്ദവ വിശ്വാസികൾക്ക് മാത്രമല്ല, ചരിത്രകാരന്മാർക്കും കലാസ്വാദകർക്കും വാസ്തുവിദ്യാ വിദഗ്ധർക്കും ഒരുപോലെ പഠന വിഷയമാണ്. കേരളത്തിലെ മറ്റ് മഹാക്ഷേത്രങ്ങളിൽ നിന്ന് ഇതിനെ വേർതിരിക്കുന്ന നിരവധി സവിശേഷതകളുണ്ട്. ഇവ ഓരോന്നും കൂടൽമാണിക്യം എന്ന പേരിനും സംഗമേശ്വരൻ എന്ന സങ്കല്പത്തിനും പിന്നിലെ ആഴമേറിയ ചരിത്രപരവും സാംസ്കാരികവുമായ വേരുകളിലേക്ക് വെളിച്ചം വീശുന്നു. കൂടൽമാണിക്യ ക്ഷേത്രത്തെ ഇന്ത്യയിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് ശ്രീരാമന്റെ അനുജനായ ഭരതന്റെ, അതായത് സംഗമേശ്വരന്റെ പ്രതിഷ്ഠയാൽ പ്രസിദ്ധമായ ഏകക്ഷേത്രം എന്ന നിലയ്ക്കാണ്. ഭരതൻ എന്ന സങ്കല്പമാണ് ഇവിടെ നിലനിൽക്കുന്നതെങ്കിലും പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ്. ശംഖ്, ചക്രം, കോദണ്ഡം, അതായത് രാമന്റെ വില്ല്, അഭയമുദ്ര എന്നിവ ധരിച്ചുള്ള രൂപം ഭരതൻ എന്ന സങ്കല്പത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. കിഴക്കോട്ടാണ് ദർശനം. ഐതിഹ്യമനുസരിച്ച് ശ്രീരാമന്റെ വനവാസകാലത്ത് അദ്ദേഹത്തിനായി നന്ദിഗ്രാമത്തിൽ ശ്രീരാമന്റെ പാദുകങ്ങൾ വെച്ച് 14 വർഷം കഠിനവ്രതമെടുത്ത് കാത്തിരുന്ന ഭരതനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. രാമന്റെ തിരിച്ചുവരവ് ഹനുമാൻ അറിയിച്ചപ്പോൾ സന്തോഷത്തിലും ആശ്വാസത്തിലും ഇരിക്കുന്ന ഭരതന്റെ ഭാവമാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. കാത്തിരിപ്പിന്റെ ആ തീവ്രതയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഭാവം. കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ ഉത്സവത്തെക്കുറിച്ച് നിലനിൽക്കുന്ന ഒരൈതിഹ്യം ഭക്തിയുടെയും ചരിത്രപരമായ സംഗമത്തിന്റെയും ഒരു മനോഹര ചിത്രം നൽകുന്നു. ദ്വാരക സമുദ്രത്തിൽ മുങ്ങിപ്പോയപ്പോൾ അവിടെ ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന 4 വിഗ്രഹങ്ങൾ കടലിൽ ഒഴുകി നടന്നു. രാമായണത്തിലെ 4 സഹോദരങ്ങളുടെ, അതായത് ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഇവരുടെ ചതുർബാഹു വിഗ്രഹങ്ങളായിരുന്നു അത്. പഴയ പൊന്നാനി താലൂക്കിലെ നാട്ടുപ്രമാണിയായിരുന്ന വാക്കയിൽ കൈമൾക്ക് ഒരു സ്വപ്ന ദർശനമുണ്ടായി. സമുദ്രത്തിൽ ഒഴുകി നടക്കുന്ന ഈ ചതുർബാഹു വിഗ്രഹങ്ങളെക്കുറിച്ചായിരുന്നു ആ സ്വപ്നം. പിറ്റേ ദിവസം തന്നെ മുക്കുവന്മാരിൽ നിന്ന് ആ വിഗ്രഹങ്ങൾ കൈമൾക്ക് ലഭിക്കുകയും ചെയ്തു. തുടർന്ന് ജ്യോതിഷികളുടെ ഉപദേശപ്രകാരം ഈ ദിവ്യവിഗ്രഹങ്ങൾ 4 സ്ഥലങ്ങളിലായി പ്രതിഷ്ഠിച്ചു. തീവ്ര നദിക്കരയിൽ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമനെയും, കുലീപിനി തീർത്ഥക്കരയിൽ ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഭരതനെയും, പൂർണ്ണ നദിക്കരയിൽ തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിൽ ലക്ഷ്മണനെയും, ഭരതക്ഷേത്രത്തിന് സമീപത്തായി പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ ശത്രുഘ്നെയും പ്രതിഷ്ഠിച്ചു. ഈ 4 ക്ഷേത്രങ്ങളും ചേർന്നാണ് മധ്യകേരളത്തിലെ പ്രസിദ്ധമായ നാലമ്പലം തീർത്ഥാടനം പിന്നീട് രൂപപ്പെട്ടത്. കൂടൽമാണിക്യം എന്ന ക്ഷേത്രനാമത്തിനു പിന്നിൽ ചരിത്രപരവും സാംസ്കാരികവുമായ നിരവധി വ്യാഖ്യാനങ്ങളുണ്ട്. ഇവയെല്ലാം ക്ഷേത്രത്തിന്റെ സവിശേഷമായ സംഗമ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. പ്രധാനമായും സംഗമേശ്വരൻ എന്ന സങ്കല്പത്തിലൂന്നിയാണ് ഈ വ്യാഖ്യാനങ്ങൾ. കൂടൽ എന്ന പദത്തിന് 2 നദികൾ, അതായത് കുറുമാലിപ്പുഴയും ചാലക്കുടിപ്പുഴയും സംഗമിച്ചിരുന്ന സ്ഥലം എന്ന അർത്ഥം നൽകുന്നു. അങ്ങനെ സംഗമസ്ഥാനത്തെ ഈശ്വരൻ എന്ന നിലയിൽ സംഗമേശ്വരൻ എന്ന പേര് വന്നു. ഈ നദീബന്ധത്തിന്റെ ഓർമ്മ നിലനിർത്തിയാണ് ഇന്നും ഒന്നിടവിട്ട വർഷങ്ങളിൽ കുറുമാലിപ്പുഴയിലും ചാലക്കുടിപ്പുഴയിലും ക്ഷേത്രത്തിലെ ആറാട്ട് നടക്കുന്നത്. മറ്റൊരു ഐതിഹ്യം അനുസരിച്ച് തളിപ്പറമ്പ് സ്വദേശിയായ ഒരു പുണ്യാത്മാവ് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലെയും ചൈതന്യം ശംഖിലേക്ക് ആവാഹിക്കുകയും അങ്ങനെ ഇരിങ്ങാലക്കുടയിലെ വിഗ്രഹത്തിൽ അത് അബദ്ധത്തിൽ ലയിക്കുകയും ചെയ്തു. അങ്ങനെ പല ദൈവ ചൈതന്യങ്ങൾ കൂടിച്ചേർന്ന വിഗ്രഹം എന്ന നിലയിലും സംഗമേശ്വരൻ എന്ന പേര് പ്രസിദ്ധമായി. പണ്ട് ഒരു സ്വാമിയാര് കേരളത്തിൻ്റെ പുറത്തുനിന്ന് വടക്ക് ഭാഗത്തു നിന്ന് ഓരോ ക്ഷേത്രങ്ങളിൽ വന്ന ക്ഷേത്രത്തിലെ ചൈതന്യം മുഴുവൻ ഈ അദ്ദേഹത്തിൻ്റെ ശംഖിലേക്ക് ആവാഹിച്ചെടുത്ത് അടുത്ത ക്ഷേത്രത്തിൽ പോവും. അങ്ങനെ എത്തി കുടമാണിക്യ ക്ഷേത്രത്തിലെത്തി. കുടമാണിക്യ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയിട്ട് കുടമാണിക്യ സ്വാമിയുടെ ചൈതന്യവും ആ ശംഖിലേക്ക് ആവാഹിച്ച് പുറത്തിറങ്ങി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആരോ ഒരാണ്ട് തട്ട് കൊടുത്തു അത്രേ. ആ തട്ട് കൊടുത്തപ്പോൾ ഇതുവരെ ആ എല്ലാ ക്ഷേത്രങ്ങളിലും നിന്നും ഈ ശേഖരിച്ചു വെച്ച ആ ചൈതന്യം ഇവിടെ തട്ടി വീണുവെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ്
ഇവിടെ സംഗമാദീശ്വരൻ, എല്ലാ ഈശ്വരന്മാരുടെയും സംഘമായിട്ടാണ് സംഗമാദീശ്വരൻ എന്ന് പറയുന്നത്. പിന്നീട് അത് സംഗമേശൻ എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉത്സവവേലി അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഇതിനൊക്കെ മാതൃക്കൾ തൂവുമ്പോൾ സകല ഈശ്വരന്മാരും വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഈ അമ്പലത്തിൽ ഈ മാതൃക്കൾ തൂവൽ തൊഴാനായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ്. എല്ലാവരും ഞങ്ങൾക്ക് തൊഴിക്കാൻ പറ്റാറില്ല, കാരണം അത്ര വലിയ ക്യൂ ആയിരിക്കും. മാണിക്യം എന്ന വിശേഷണത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പ്രധാന ഐതിഹ്യം ആകർഷകമാണ്. ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടന്ന ശേഷം വിഗ്രഹത്തിൽ മാണിക്യകാന്തിക്ക് സമാനമായൊരു ദിവ്യ ജ്യോതിസ് കാണപ്പെട്ടു. തുടർന്ന് ക്ഷേത്രഭരണക്കാർ കായംകുളം രാജാവിന്റെ പക്കലുണ്ടായിരുന്ന മാണിക്യവുമായി ഈ പ്രകാശത്തെ ഒത്തുനോക്കാൻ തീരുമാനിച്ചു. എന്നാൽ മാണിക്യക്കല്ല് വിഗ്രഹത്തോട് ചേർത്ത് പിടിച്ചപ്പോൾ നിമിഷനേരം കൊണ്ട് അത് വിഗ്രഹത്തിൽ ലയിച്ചു. അങ്ങനെ മാണിക്യം വിഗ്രഹത്തോട് കൂടിച്ചേർന്നതുകൊണ്ട് ക്ഷേത്രം കൂടൽ മാണിക്യം എന്നറിയപ്പെട്ടു. ഇതിനു പുറമെ ചരിത്രപരമായൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. മാണിക്യം എന്ന പദം ജൈനമതത്തിലെ തീർത്ഥങ്കരനായ ഭരതേശ്വരനുമായി ബന്ധിപ്പിക്കുന്നു. ജൈന സന്യാസിമാരെ മാണിക്യൻ എന്ന് വിളിച്ചിരുന്നതിനാൽ ജൈന വൈഷ്ണവ ചിന്താധാരകളുടെ കൂടിച്ചേരൽ ഇവിടെ സംഭവിച്ചു എന്നും വാദമുണ്ട്. AD 1194 തഞ്ചാവൂർ ശിലാശാസനത്തിൽ ജൈനക്ഷേത്രത്തെ ചേതികുല മാണിക്യ പെരുമ്പള്ളി എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ വാദത്തിന് പിൻബലമേകുന്നു. ഈ വിവിധ ഐതിഹ്യങ്ങളും ചരിത്രപരമായ സൂചനകളും ക്ഷേത്രനാമത്തിന്റെ സാംസ്കാരികമായ ആഴം വ്യക്തമാക്കുന്നു. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ കാണാത്തതും ഈ ക്ഷേത്രത്തെ സവിശേഷമാക്കുന്നതുമായ നിരവധി ആചാരങ്ങളും വഴിപാടുകളും കൂടൽമാണിക്യം ക്ഷേത്രത്തിലുണ്ട്. ഇവിടെ അത്യധികം ശ്രദ്ധേയമാവുന്നത് മറ്റ് ക്ഷേത്രങ്ങളിൽ പതിവുള്ള ഗണപതി, ശാസ്താവ്, ദക്ഷിണാമൂർത്തി തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകൾ ഇവിടെയില്ല എന്നതാണ്. എല്ലാ പൂജകളും വഴിപാടുകളും പ്രധാന ദേവനായ സംഗമേശ്വരന്, അതായത് ഭരതന് മാത്രമാണ്. വാതിൽ മാടത്തിൽ തെക്കും വടക്കുമായി ദുർഗയുടെയും ഭദ്രകാളിയുടെയും സങ്കല്പമുണ്ടെങ്കിലും അവർക്ക് അഭിഷേകമോ നിവേദ്യമോ പതിവില്ല. അതുപോലെ ക്ഷേത്രമതിലിന് പുറത്തുള്ള ആൽത്തറയിൽ ഗണപതിക്ക് പ്രതിഷ്ഠയുണ്ടെങ്കിലും അത് ക്ഷേത്രത്തിന്റെ പ്രധാന ആചാരപരിധിക്കുള്ളിൽ വരുന്നില്ല. ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ തുളസിച്ചെടി പോലും വളരാത്തത് കൗതുകകരമായ സവിശേഷതയാണ്. തുളസിച്ചെടിയെപ്പോലും ഒരു ഉപദേവതയായി ആരാധിക്കപ്പെടുന്നത് ഒഴിവാക്കാനാകാം ഈ അലിഖിത നിയമം നിലനിൽക്കുന്നതെന്നാണ് ഒരു പ്രധാന വ്യാഖ്യാനം. ഈ ഏകപ്രതിഷ്ഠാ സങ്കല്പം ഭരതന്റെ വ്രതശുദ്ധിയുടെയും ശ്രീരാമനോടുള്ള അചഞ്ചലമായ ഭക്തിയുടെയും സൂചനയായി കണക്കാക്കപ്പെടുന്നു. കൂടൽമാണിക്യസ്വാമി ക്ഷേത്രത്തിൽ ഭക്തരുടെ രോഗമോചകനായിട്ടാണ് പ്രധാനമായും ഭഗവാനെ ആരാധിക്കുന്നത്. അതിനായി ചില പ്രത്യേക വഴിപാടുകൾ പ്രസിദ്ധമാണ്. ഉദരരോഗ നിവാരണത്തിനായി ഭക്തർ വഴുതനങ്ങ നിവേദ്യം സമർപ്പിക്കുന്നു. ക്ഷേത്രക്കുളമായ കുലീബിനി തീർത്ഥത്തിലെ മത്സ്യങ്ങൾക്ക് അരിയും മറ്റും നൽകുന്ന മീനൂട്ട് വഴിപാട് ശ്വാസസംബന്ധമായ രോഗങ്ങളുടെ നിവാരണത്തിനും കാര്യസാധ്യത്തിനും സന്താനലബ്ധിക്കും ഉത്തമമായി കണക്കാക്കുന്നു. ഈ തീർത്ഥത്തിൽ മീനുകൾ മാത്രമേ ഉള്ളൂ എന്നതും ശ്രദ്ധേയമാണ്. കൂടാതെ തുലാമാസത്തിലെ തൃപ്പുത്തരിക്ക് ശേഷം കുട്ടഞ്ചേരി മൂസ് പ്രത്യേകം തയ്യാറാക്കുന്ന മുക്കുടി നിവേദ്യം സേവിക്കുന്നത് ഒരു വർഷത്തേക്ക് രോഗവിമുക്തരാകാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായി കണക്കാക്കുന്ന താമരമാല ചാർത്തൽ പ്രതിബന്ധങ്ങളുള്ള കാര്യങ്ങൾ സഫലമാക്കാനും ഉത്സവ സമയത്ത് മഴ പെയ്യാതിരിക്കാനും നടത്താറുണ്ട്. താമര, വിശുദ്ധ തുളസി, പശ്ചിമ ഇന്ത്യയിൽ കാണുന്ന മുല്ലപ്പൂ എന്നിവ മാത്രമാണ് ഇവിടെ ദേവന് സമർപ്പിക്കുന്ന 3 പൂക്കൾ. മറ്റ് മഹാക്ഷേത്രങ്ങളിലെ പോലെ 5 പൂജകളും 3 ശ്രീബലികളും ഇവിടെയില്ല. ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നീ 3 പൂജകൾ മാത്രമേ ഉള്ളൂ. എതിരേറ്റുപൂജ, പന്തീരടി, ഉത്സവ ബലി എന്നിവ പതിവില്ല. പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് ഉത്സവകാലത്തു മാത്രമാണ്. പൂജയ്ക്കായി ചന്ദനത്തിരി, കർപ്പൂരം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നതും ഇവിടെ നിഷിദ്ധമാണ്. ഈ ലാളിത്യം ഭരതന്റെ വ്രതനിഷ്ഠയെ സൂചിപ്പിക്കുന്നതാകാം. ഇവിടെ പൂജകൾക്ക് ചന്ദനത്തിരിയോ കൽപ്പൂരമോ മറ്റ് അങ്ങനെയുള്ള സുഗന്ധദ്രവ്യങ്ങളൊന്നും ഉപയോഗിക്കില്ല. ഇവിടെ നെയ്യ് മാത്രമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ദീപാരാധനയും ഈ ക്ഷേത്രത്തിലില്ല. ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് ഉത്സവമാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ പിറ്റേ ദിവസം കുടൽമാണിക്യ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ കൊടിയേറും. പിന്നീട് 10 ദിവസം തുടർച്ചയായി 24 മണിക്കൂറും ഉത്സവത്തിൻ്റെ ആഘോഷങ്ങളാണ്. കൂടൽമാണിക്യം ക്ഷേത്രം കേരളീയ വാസ്തുവിദ്യാ ശൈലിയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ്. 15-ാം നൂറ്റാണ്ടിലാണ് ഇപ്പോഴത്തെ ഘടനയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു.
കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ വൃത്താകാരത്തിലുള്ള ശ്രീകോവിലും കൂത്തമ്പലവും ഉൾപ്പെടുന്നു. കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യയുടെ തനത് ശൈലി പ്രതിഫലിപ്പിക്കുന്ന ചെമ്പുപൂശിയ മേൽക്കൂരയുള്ളതും സങ്കീർണമായ മരം, കല്ല്, കൊത്തുപണികളാൽ അലങ്കരിച്ചതുമായ വൃത്താകാരത്തിലുള്ള ശ്രീകോവിലാണ് ഇവിടുത്തെ പ്രധാന സവിശേഷത. ക്ഷേത്രതുല്യമായ പവിത്രതയോടെ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ തന്നെ നിലകൊള്ളുന്ന മനോഹരമായൊരു കൂത്തമ്പലം ഇവിടെയുണ്ട്. കൂടിയാട്ടം, ചാക്യാർകൂത്ത് തുടങ്ങിയ തനത് കേരളീയ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്ന ഈ കൂത്തമ്പലം വാസ്തുവിദ്യാപരമായും കലാപരമായും ഏറെ പ്രാധാന്യമർഹിക്കുന്നു. കൂടാതെ ശ്രീകോവിലിന്റെ ഭിത്തികളിലും ചുറ്റമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിലും അതിമനോഹരമായ ചുവർ ചിത്രങ്ങളും ശില്പങ്ങളും കാണാം. ഇതിലെ കിഴക്കൻ ഗോപുരം പുരാവസ്തു വകുപ്പ് ഒരു സ്മാരകമായി സംരക്ഷിക്കുന്നതിനാൽ കലാപരവും ഘടനാപരവുമായ ഈ സവിശേഷതകൾ ചരിത്രകാരന്മാരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ക്ഷേത്രത്തിന് ചുറ്റും 4 വലിയ കുളങ്ങളുണ്ട്. ഇതിൽ ക്ഷേത്ര വളപ്പിനകത്തുള്ള വടക്ക് ഭാഗത്തെ കുളമാണ് കുലീപിനി തീർത്ഥം. കുലീപിനി മഹർഷി നടത്തിയ മഹായജ്ഞത്തിന്റെ ഫലമായി ഗംഗ, യമുന, സരസ്വതി എന്നീ പുണ്യനദികളുടെ സാന്നിധ്യം വന്നു നിറഞ്ഞതാണ് ഈ തീർത്ഥക്കുളമെന്നാണ് ഐതിഹ്യം. 1996 ഈ തീർത്ഥം വറ്റിച്ചപ്പോൾ ഹോമകുണ്ഡത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഐതിഹ്യത്തിന് തെളിവായി കരുതുന്നു. ആറാട്ടിനും നിവേദ്യങ്ങൾക്കുമുള്ള ജലം ഇവിടെ നിന്നാണ് എടുക്കുന്നത്. കിഴക്ക് വശത്തുള്ള കുട്ടൻകുളം ഒരു ദ്രാവിഡ ദേവനുമായി ബന്ധപ്പെട്ടതാണെന്നും ക്ഷേത്രം ആദിയിൽ ഒരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നു എന്നതിന് ഇത് തെളിവായി കണക്കാക്കാമെന്നും ചരിത്രകാരന്മാർ പറയുന്നു. ഈ കുളങ്ങൾ ഇരിങ്ങാലക്കുടയുടെ ജലസമൃദ്ധി നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ സവിശേഷതകളെ പൂർണ്ണമാക്കുന്നത് നാലമ്പല തീർത്ഥാടനമാണ്. രാമായണ മാസമായ കർക്കിടകത്തിൽ നടക്കുന്ന ഈ വാർഷിക തീർത്ഥാടനം ശ്രീരാമൻ അദ്ദേഹത്തിന്റെ 3 സഹോദരങ്ങളായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരെ ഒന്നിച്ച് ദർശനം നടത്തുന്നതാണ്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടൽമാണിക്യ ക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് ആ 4 ക്ഷേത്രങ്ങൾ. ഈ 4 ക്ഷേത്രങ്ങളും ഒരു ദിവസം ഉച്ചയ്ക്ക് മുൻപ് ദർശനം നടത്തി വരുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ഈ പുണ്യയാത്ര രാമായണത്തിലെ സഹോദര സ്നേഹത്തിന്റെ ആഴം ഭക്തർക്ക് അനുഭവവേദ്യമാക്കുകയും ഓരോ വർഷവും ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക ആഘോഷമായി നിലനിൽക്കുന്നു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വാർഷികോത്സവം കേരളത്തിലെ ക്ഷേത്രോത്സവ സീസണിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തുന്നു. മേടമാസത്തിലെ ഉത്രം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ടോടെ 11 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഏറ്റവും വലിയ ആകർഷണമാണ് 17 അലങ്കരിച്ച ആനകളെ അണിനിരത്തുന്ന ഗംഭീരമായ എഴുന്നള്ളത്ത്. ഈ ആനകളിൽ 7 എണ്ണത്തിന് തനിത്തങ്കം കൊണ്ടുള്ള നെറ്റിപ്പട്ടവും ബാക്കി 10 എണ്ണത്തിന് വെള്ളി കൊണ്ടുള്ള നെറ്റിപ്പട്ടവുമാണ് ഉപയോഗിക്കുന്നത്. ഈ ആഡംബരം ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഉത്സവത്തിന് കൊഴുപ്പേകാൻ പഞ്ചാരിമേളവും പള്ളിവേട്ടയ്ക്ക് ശേഷവും പാണ്ടിമേളവും അകമ്പടി സേവിക്കുന്നു. കൊടിപ്പുറത്ത് വിളക്ക് മുതൽ പള്ളിവേട്ടയുടെ തലേനാൾ വരെ ദിവസവും രാത്രി വിളക്കിന് എഴുന്നള്ളത്തും ഉണ്ടാകും. ഉത്സവത്തിന്റെ 9ാം ദിവസം രാത്രി ക്ഷേത്രത്തിൽ നിന്ന് കിഴക്ക് ഭാഗത്തുള്ള ആൽത്തറയിൽ പള്ളിവേട്ട നടക്കുന്നു. ഭഗവാൻ ദുഷ്ടനിഗ്രഹത്തിനായി ഇറങ്ങുന്നതിന്റെ പ്രതീകാത്മകമായി നടക്കുന്ന നായാട്ടാണിത്. വാദ്യഘോഷങ്ങളില്ലാതെ എഴുന്നള്ളിയെത്തുന്ന ഭഗവാന്റെ തിടമ്പ് പന്നിയുടെ രൂപത്തിലേക്ക് അമ്പെയ്യുന്ന ചടങ്ങ് ഇതിന്റെ ഭാഗമാണ്. തിരുവോണം നാളിലാണ് ആറാട്ട്. ഇത് ചാലക്കുടിയിലെ കൂടപ്പുഴയിലോ രാപ്പാളിലോ ആണ്. ആറാട്ടിന് ശേഷം രാത്രി ക്ഷേത്രത്തിൽ തിരിച്ചെത്തി പ്രദക്ഷിണം പൂർത്തിയാക്കി കൊടിയിറക്കുന്നതോടെ ഉത്സവം സമാപിക്കുന്നു. ഉത്സവ സമയത്ത് കൂടിയാട്ടം, ചാക്യാർകൂത്ത്, കഥകളി, വലിയ വിളക്ക് ദിവസം ശ്രീരാമ പട്ടാഭിഷേകമാണ് നടക്കുക. ഓട്ടൻതുള്ളൽ, പാഠകം, കുറത്തിയാട്ടം എന്നിങ്ങനെ 24 മണിക്കൂറും വിവിധ കലാപരിപാടികൾ ക്ഷേത്രത്തിൽ അരങ്ങേറും. തലമുറകളായി ഭക്തർക്ക് ആശ്വാസം പകരുന്ന ശാന്തവും സൗമ്യവുമായ ഒരു പ്രഭാവലയം കൂടൽമാണിക്യം ക്ഷേത്രത്തിനുണ്ട്. പച്ചപ്പിന്റെ ആലിംഗനത്താലും കുളങ്ങളുടെ മനോഹാരിതയാലും ചുറ്റപ്പെട്ട ഈ മഹാക്ഷേത്രം ഹൈന്ദവ വിശ്വാസത്തിലെ ഭരതസങ്കല്പത്തിന്റെ അതുല്യ പ്രതീകമായി നിലകൊള്ളുന്നു. സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രത്യേക ദേവസ്വമാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. ജൈനമത കേന്ദ്രത്തിൽ നിന്ന് ഹൈന്ദവ ക്ഷേത്രത്തിലേക്കുള്ള പരിണാമം, ഏകപ്രതിഷ്ഠാ സങ്കല്പം, രോഗശമനം നൽകുന്ന വഴിപാടുകൾ, തൃശൂർ പൂരത്തിന് തൊട്ടടുത്തായി കൊടിയേറുന്ന ഗംഭീര ഉത്സവം, ഇതെല്ലാം കൂടൽമാണിക്യം ക്ഷേത്രത്തെ ഒരു സാധാരണ ആരാധനാലയത്തിൽ നിന്ന് വേർതിരിക്കുന്നു. ജീവിതത്തിലെ പരീക്ഷണങ്ങളുടെയും ക്ലേശങ്ങളുടെയും നടുവിലും ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും സങ്കേതങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം ഓർമ്മിപ്പിക്കുന്നു. ഓരോ ഭക്തനും കൂടുതൽ ഹൃദയശുദ്ധിയോടെയും ശാന്തമായ മനസ്സോടെയും ഇവിടെ വന്ന് മടങ്ങുമ്പോൾ അവർ അറിയാതെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ
കാലാതീതമായ മാന്ത്രികതയുടെ ഒരു ഭാഗം ഉള്ളിൽ സൂക്ഷിക്കുന്നു. കൂടൽമാണിക്യം ഭരതന്റെ ഭക്തിയുടെയും സംഗമേശ്വരന്റെ അനുഗ്രഹത്തിന്റെയും നിത്യസാന്നിധ്യമായി കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ തിളങ്ങി നിൽക്കുന്നു.